Good morning each and everyone. Today we are going to discuss about what is conference and what are the importance of conference and what are the objectives and the type of conference. So simply ആദ്യം തന്നെ നമുക്ക് കോൺഫറൻസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറയുന്നു കോൺഫറൻസ് എന്ന് പറയുന്നത് ടൈപ്പ് ഓഫ് മീറ്റിംഗ് തന്നെയാണ്. സോ സിംപ്ലി ആദ്യം നമുക്ക് കോൺഫറൻസ് ഡിസ്ക്രൈബ് ചെയ്യാം. കോൺഫറൻസ് എന്ന് പറയുന്നത് എ കോൺഫറൻസ് ഈസ് എ ആക്ട് ഓഫ് കൺസൾട്ടിംഗ് ആൻഡ് ഡിസ്കസിംഗ് ടു ഷെയർ നോളജ്, എക്സ്പീരിയൻസ്, തോട്ട്, ഫീലിംഗ് ആൻഡ് ഒപ്പീനിയൻ എമംഗ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ഹാവ് കോമൺ ഒബ്ജക്റ്റീവ്സ്. കോമൺ ഒബ്ജക്റ്റീവ്സ് ഉള്ള ആൾക്കാരുടെ ഒരു മീറ്റിംഗ് ആണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. അത്തരം മീറ്റിങ്ങുകളിൽ അവർക്ക് പേഴ്സണലില്ല നോളജുകൾ, എക്സ്പീരിയൻസുകൾ, അവരുടെ തോട്ടുകൾ, ഐഡിയാസ്, ഫീലിങ്സൊക്കെ ഷെയർ ചെയ്യുന്നു. രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് കടക്കാം. എ കോൺഫറൻസ് ഈസ് ജനറലി അണ്ടർസ്റ്റുഡ് ആസ് എ ഫോർമൽ മീറ്റിംഗ് ഓഫ് സെവറൽ പീപ്പിൾ ടു ഡിസ്കസ് എ പെർട്ടിക്കുലർ ടോപ്പിക്. തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു കോൺഫറൻസുകൾ ഒരു ടൈപ്പ് ഓഫ് മീറ്റിംഗ് തന്നെയാണ്. ഇത്തരം മീറ്റിങ്ങുകളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെക്കുറിച്ചായിരിക്കും? ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും. ഇപ്പോൾ ഒരു ബിസിനസ്സുകാരുമായിട്ടാണ് നമ്മളുടെ ഒരു ബിസിനസ് കോൺഫറൻസാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കുകയാണെങ്കിൽ, മേ ബി കോവിഡ് സിറ്റുവേഷനെ കുറിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ ഓരോ കമ്പനീസും അവർ കടന്നു വന്ന അവരുടെ പേഴ്സണൽ എക്സ്പീരിയൻസുകളെക്കുറിച്ച്, എങ്ങനെയാണ് അവർ ഇതിനെ ഓവർകം ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെക്കുറിച്ച്, അവരുടെ പേഴ്സണലിലെ സഫറിങ്സിനെ കുറിച്ച്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും ചർച്ച ചെയ്യുന്നത്. അതായത് സ്പെസിഫിക്കലി എല്ലാവർക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ടോപ്പിക് എന്തായിരിക്കും? പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയിരിക്കും. തുടർന്ന് പറയുന്നുണ്ട്, അറ്റ് എ കോൺഫറൻസ് innovative ideas are thrown about and new information is exchanged among experts. എല്ലാ മീറ്റിങ്ങിലും അതോടൊപ്പം തന്നെ കോൺഫറൻസിലും ഒരുപാട് എക്സ്പേർട്ടുകളായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. സോ അവരവരുടെ പേഴ്സണൽ പെർസെപ്ഷനിൽ അല്ലെങ്കിൽ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് ഷെയർ ചെയ്യുമ്പോൾ ബാക്കിയുള്ള പാനലുകൾക്ക് അല്ലെങ്കിൽ ബാക്കിയുള്ള മെമ്പേഴ്സിന് എന്തായിരിക്കും? അത് വളരെ പുതിയൊരു ഇൻഫോർമേഷൻ ആയിരിക്കും. സോ ഇത്തരം കാര്യങ്ങളെയാണ് നമ്മൾ സിംപിളി പറയുകയാണെങ്കിൽ കോൺഫറൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺഫറൻസിൻ്റെ ഒബ്ജക്റ്റീവ്സിനെയാണ്. എന്തൊക്കെ ഒബ്ജക്റ്റീവ്സാണ് കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നതിന് പുറകിലുള്ളതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റിലേക്ക് കിടക്കുകയാണെങ്കിൽ, കോൺഫറൻസ് ആർ എ വൈറ്റൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. ദ പാർട്ടിസിപ്പൻസ് ഡിഫൈൻ ദ പ്രോബ്ലം ആൻഡ് അസർട്ടൈൻ ദ ഡെപ്ത്, സ്കോപ്പ് and the critical factors of the problem. Okay, കോൺഫറൻസ് ആർ എ വൈറ്റൽ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് വരുന്നത്? തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഓരോ വ്യക്തികളും, അതായത് കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഈച്ച് ആൻഡ് എവറി മെമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പേഴ്സണലിലുള്ള പെർസെപ്ഷൻസ്, ഐഡിയാസ്, അതോടൊപ്പം തന്നെ ഫീലിങ്സ്, തോട്ട്സ്, എക്സ്പീരിയൻസുകളൊക്കെ ഷെയർ ചെയ്യുന്നു. സോ ഇത് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിലേക്ക് കടക്കാൻ വേണ്ടി പറ്റും. രണ്ടാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുന്നത്, കോൺഫറൻസ് ആർ ഹെൽപ്പിംഗ് ടു ഡെവലപ്പിംഗ് എ അനലറ്റിക്കൽ ആൻഡ് ക്വസ്റ്റ്യനിങ് ആറ്റിറ്റ്യൂഡ് ഇൻ പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിൽ, മെമ്പേഴ്സിൻ്റെ ഇടയിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ളൊരു ത്വര, അതോടൊപ്പം തന്നെ അവരുടെ പേഴ്സണലി ഉള്ള അനലറ്റിക്കൽ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യാനുള്ളൊരു സ്പേസ് കൂടെ എന്ത് ചെയ്യുന്നുണ്ട്? കോൺഫറൻസുകൾ നൽകുന്നുണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ, കോൺഫറൻസ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ മോഡിഫൈയിങ് ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ ആൻഡ് ഫീലിങ്സ് ഓഫ് ദ പാർട്ടിസിപ്പൻസ്. രണ്ടാമത്തെ പോയിന്റിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. എല്ലാം തുടക്കത്തിലേ പറഞ്ഞൊരു ഡെഫിനേഷനുമായിട്ട് കണക്ട് ചെയ്ത് കിടക്കുന്ന പോയിന്റുകളാണ്. തുടക്കത്തിലേ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു നമ്മുടെ ഫീലിങ്സുകൾ, ഐഡിയാസ്, തോട്ട്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കോൺഫറൻസിൻ്റെ ഭാഗമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. സോ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആറ്റിറ്റ്യൂഡിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗപ്രദമാണ്. അതായത് പാർട്ടിസിപ്പൻസിൻ്റെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ, അതായത് ഓരോ കാര്യങ്ങളും നോക്കിക്കാണുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ ഉണ്ടാക്കിയെടുക്കാൻ ഇത് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റെപ്സ് ഓഫ് കണ്ടക്ടിങ് എ കോൺഫറൻസ്. എന്തൊക്കെ സ്റ്റെപ്പുകളിലൂടെയാണ് ജനറലി നമ്മളൊരു കോൺഫറൻസ് നടത്താൻ വേണ്ടി കടന്നു പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. വളരെ ഡീപ്പായിട്ട് പറയുന്നില്ല, ബട്ട് ഓഫ് കോഴ്സ് ജനറലി ഉള്ള സ്റ്റെപ്പുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ദ ടീം ലീഡർ ഹാസ് the responsibility to ensure that the arrangements are made properly. The arrangements begin with agenda, list of participants,
ഡേറ്റ്, ടൈം ആൻഡ് വെന്യൂ ഓഫ് ദ മീറ്റിംഗ്. ഇതെല്ലാ മീറ്റിങ്ങിനും എല്ലാ കാര്യങ്ങൾക്കും നോർമലി നടക്കുന്ന ഒരു സ്റ്റെപ്പാണ്. എല്ലാ പ്രോഗ്രാമുകൾക്കും ഒരു ടീം ലീഡർ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു ടീം കോർഡിനേറ്റർ ഉണ്ടായിരിക്കും, അതല്ലെങ്കിൽ ഒരു കോൺഫറൻസ് കോർഡിനേറ്റർ ഉണ്ടായിരിക്കും. ഈ ഒരാൾ നമ്മുടെ മീറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള, നമ്മുടെ കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള അജണ്ട പ്രിപ്പയർ ചെയ്യണം. അതോടൊപ്പം തന്നെ ലിസ്റ്റ് ഓഫ് പാർട്ടിസിപ്പൻസ്, ഏത് മേഖലയിൽ നിന്നുള്ള ആൾക്കാരാണ് ഇതിൽ പങ്കെടുക്കുന്നത്, ആരൊക്കെയാണ് ഇതിലേക്ക് ക്ഷണിക്കേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ലിസ്റ്റ് ഓഫ് പാർട്ടിസിപ്പൻസ് തയ്യാറാക്കിയിരിക്കണം. ഏത് ഡേറ്റിലാണ് നമ്മൾ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു ഡേറ്റ് സ്പെസിഫിക്കലി മെൻഷൻ ചെയ്തിരിക്കണം. അതോടൊപ്പം തന്നെ ടൈം ആൻഡ് വെന്യൂ, ഏത് സമയത്താണ് എവിടെ വെച്ചാണ് നമ്മുടെ മീറ്റിംഗ് നടക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ആർക്ക് വേണം? ടീം ലീഡർക്ക് വേണം. നെക്സ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ നോട്ടീസ് ഓഫ് ദ മീറ്റിംഗ് വിത്ത് അജണ്ട ഷുഡ് ബി സെർവ്ഡ് ദ പാർട്ടിസിപ്പൻറ്റ് അറ്റ്ലീസ്റ്റ് 1 week ago. ഒരാഴ്ചയ്ക്ക് മുമ്പെങ്കിലും എന്ത് ചെയ്യണം? നമ്മളുടെ പ്രോഗ്രാമിലെ അജണ്ടയെക്കുറിച്ചുള്ളൊരു ലിസ്റ്റ് പാർട്ടിസിപ്പൻസിന് എത്തിക്കണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി എൻഷുർഡ് ചെയർസ് ആൻഡ് ടേബിൾസ്, ലൈറ്റിംഗ് ഇൻ ദ കോൺഫറൻസ് റൂം, ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, സൗണ്ട് സിസ്റ്റം ആൻഡ് അതർ അമ്യൂണിറ്റീസ് ആർ ടു ബി കറക്റ്റ് ഇൻ എ മാനർ. സിംപിളി പറയുകയാണെങ്കിൽ ഒരു ഓർഗനൈസേഷൻ്റെ അകത്ത് ഒരു ബാങ്ക്വറ്റ് ഹാളിൽ നമ്മളൊരു കോൺഫറൻസ് നടത്തുകയാണെങ്കിൽ ആ കോൺഫറൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ അമ്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെസിലിറ്റീസ്, ആ ഒരു പ്രോഗ്രാം നടക്കാൻ വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും അതിൽ പറയുന്നത് നമ്മൾ ടേബിൾ ആൻഡ് ചെയേഴ്സ്, നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ ടേബിൾ ആൻഡ് ചെയേഴ്സ് അറേഞ്ച് ചെയ്യുന്നത്. മേ ബി നമ്മളൊരു ബോർഡ് റൂം സെറ്റപ്പിലാണോ, അതല്ല എങ്കിൽ ഒരു തിയേറ്റർ സ്റ്റൈലാണോ, അതല്ലെങ്കിൽ യു ഷേപ്പ് ആണോ, ഏത് സ്റ്റൈലിലാണോ നമ്മൾ അറേഞ്ച് ചെയ്യുന്നത് അത് പ്രോപ്പറായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യണം. പ്രോപ്പറായിട്ടുള്ള ലൈറ്റിംഗ് സിസ്റ്റം വേണം നമുക്ക്. അതോടൊപ്പം തന്നെ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ്, മേ ബി നമുക്ക് വല്ല സ്ലൈഡ് ഷോ ഉണ്ടെങ്കിൽ അങ്ങനെ, അതല്ല ഏതെങ്കിലും ഒരു വീഡിയോ പ്രദർശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ, അതിലൊരു ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ടീം ഉണ്ടായിരിക്കണം. സൗണ്ട് സിസ്റ്റം വളരെ പ്രോപ്പർ ആയിരിക്കണം. അതർ അമ്യൂണിറ്റീസ്, ഒരു കോൺഫറൻസ് കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും എന്തായിരിക്കണം? ഒരു കോൺഫറൻസ് ഹാളിൻ്റെ അകത്ത് ഒരു ടീം ലീഡർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്ത് ചെയ്യണം? കണ്ടക്ട് ചെയ്ത് വെച്ചിരിക്കണം. അതല്ലെങ്കിൽ അതിനുള്ളൊരു സെറ്റപ്പ് ആ ഒരു കോൺഫറൻസ് ഹാളിനകത്ത് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് സ്റ്റേഷനറി മസ്റ്റ് ബി അറേഞ്ച്ഡ് ബിഫോർ ഹാൻഡ്. ദിസ് ഇൻക്ലൂഡ് നോട്ട് പാഡ്, പെൻസിൽ, പെൻ, ഡ്രിങ്കിങ് വാട്ടർ എക്സെട്ര. അതായത് നോർമലി നമ്മളൊരു കോൺഫറൻസിന് പോയി കഴിഞ്ഞാൽ നമുക്ക് പെന്നും പെൻസിലും നോട്ട് പാഡുകളും നോട്ട് ചെയ്യാനുള്ള ഒരു ഫയൽ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടും. അത്തരം കാര്യങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്പ് ഓഫ് കോൺഫറൻസ് ആണ്. ഒരുപാട് രീതിയിൽ കോൺഫറൻസുകൾ, 12-13 തരത്തിൽ കോൺഫറൻസുകൾ വരുന്നുണ്ട്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ടൈപ്പുകളെയാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് ആണ് പ്രസ് കോൺഫറൻസ് എന്നുള്ളൊരു ഏരിയ ആണ്. ഇതൊരു ജനറലി നിങ്ങളെല്ലാവരും കേൾക്കുന്ന ഒരു ടേമാണ് പ്രസ് കോൺഫറൻസ് എന്നുള്ളത്. നമുക്ക് പ്രസ് കോൺഫറൻസ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. പ്രസ് കോൺഫറൻസ് ആർ മോസ്റ്റ്ലി ലൈക്ക് വൺ ഓഫ് ദ മോസ്റ്റ് വെൽ നോൺ ടൈപ്പ് ഓഫ് കോൺഫറൻസ്. ഓക്കെ. രണ്ടാമത് പറയുന്നത് ദ പോലീസ്മാൻ, റിനോഡ് ഫിഗർ, സെലിബ്രിറ്റി, സ്പോർട്സ് പേഴ്സൺ, ദേ ആർ യൂസ്ഡ് ആസ് എ വേ ടു സ്പ്രെഡ് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള സെലിബ്രിറ്റീസ്, സ്പോർട്സ്മാൻമാർ, അതോടൊപ്പം തന്നെ പബ്ലിക് ഫിഗേഴ്സ്, പോലീസ്മാൻമാർ, ഏതെങ്കിലും ഒരു മെഡിക്കൽ രംഗത്തുള്ള ഹോസ്പിറ്റൽസ്, ഇത്തരം ആൾക്കാരൊക്കെയാണ് പ്രസ് കോൺഫറൻസുകൾ നോർമലി നടത്താറുള്ളത്. ഇവരെന്തിനാണ് പ്രസ് കോൺഫറൻസ് നടത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനറൽ പബ്ലിക്കിലേക്ക് എന്തെങ്കിലും ഒരു സ്പെസിഫിക്കലി ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ പ്രസ് കോൺഫറൻസ് നടത്തുന്നത്. നെക്സ്റ്റ് പോയിന്റ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ the audience at press conference are mostly made up of journalists and PR professionals whose job it is to broadcast and disseminate the information shared. അതായത് പൊതുവേ നമ്മളൊരു പ്രസ് കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അതിലേക്ക് വരുന്നത് ജേർണലിസ്റ്റുകളും അതോടൊപ്പം തന്നെ പബ്ലിക് റിലേഷൻ പ്രൊഫഷണൽസും ആയിരിക്കും. ഇവരുടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രസ് കോൺഫറൻസിലുള്ള ഇൻഫർമേഷൻ പബ്ലിക്കിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എ പ്രസ് കോൺഫറൻസ് യൂഷ്വലി ബിഗിൻ വിത്ത് ദ കീ സ്പീക്കർ ഓർ സ്പീക്കേഴ്സ്. ഒന്നെങ്കിൽ ഒരാളോ അതല്ലെങ്കിൽ ഒന്നിലധികം ആൾക്കാരോ ആയിരിക്കും ഇത്തരത്തിലുള്ള പ്രസ് കോൺഫറൻസിൽ ഉണ്ടായിരിക്കുക. ഡെലിവറിങ് ആസ് എ സ്പീച്ച് ബിഫോർ ദ ഫ്ലോർ ഇറ്റ് ഈസ് ഓപ്പൺ അപ്പ് ദ ക്വസ്റ്റ്യൻസ്. അതായത് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പായിട്ട് അവർ ബ്രീഫായിട്ട് അവർ സംസാരിക്കാൻ പോകുന്നൊരു കാര്യത്തെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ നൽകും. അപ്പോൾ പെട്ടെന്ന് പറയുകയാണെങ്കിൽ കോവിഡ് കാലത്ത് നമ്മുടെ ചീഫ് മിനിസ്റ്റർ നടത്തുന്ന ഈവനിങ്ങിലുള്ള കോൺഫറൻസുകൾ നിങ്ങൾ കാണാറുണ്ട്. സോ ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ
ആദ്യം നോർമലി കോവിഡിൻ്റെ ഇന്നത്തെ ഒരു സിറ്റുവേഷനെ കുറിച്ച് പറയും, ഓരോ ജില്ല തിരിച്ചുള്ള കണക്കുകൾ പറയും, നോർമലി ഇന്ന് എത്രത്തോളം ആൾക്കാരുടെ ടെസ്റ്റ് നടത്തി എന്നുള്ള കാര്യങ്ങൾ പറയും. സോ അതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, മീഡിയാസ് എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺക്ലേവ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസിൻ്റെ ടൈപ്പാണ്. കോൺക്ലേവ് ആർ എസെൻഷ്യലി ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ് ദാറ്റ് ആർ കണ്ടക്റ്റഡ് ബിറ്റ്വീൻ ഇൻഡിവിജ്വൽസ് ഓഫ് പവർ ആൻഡ് ഇൻഫ്ലുവൻസ്. പവർഫുൾ ആയിട്ടുള്ള ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുടെ ഇടയിലാണ് കോൺക്ലേവ് എന്ന് പറയുന്നതിനുള്ള കോൺഫറൻസ് രീതി നിലനിൽക്കുന്നത്. ഇതൊരു ക്ലോസ്ഡ് ഡോർ മീറ്റിംഗ് ആണ്, അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ടാണ് കോൺക്ലേവുകൾ പൊതുവെ നടത്താറുള്ളത്. നെക്സ്റ്റ് പറയുന്നത് ആനുവൽ ജനറൽ മീറ്റിംഗ് ഓർ ആനുവൽ ജനറൽ കോൺഫറൻസ്. AGM എന്നുള്ള പേരിലും ഇതറിയപ്പെടാറുണ്ട്. ഇറ്റ് ഈസ് എ ഫോർമൽ ഗ്യാതറിംഗ് ഓഫ് കമ്പനീസ് ഷെയർ ഹോൾഡേഴ്സ് ഹെൽഡ് ഇൻ എവറി ഇയർ. അതായത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി നടത്തുന്ന കോൺഫറൻസ് ആണ് ആനുവൽ ജനറൽ മീറ്റിംഗ്, അതല്ല എങ്കിൽ ആനുവൽ ജനറൽ കോൺഫറൻസ് എന്നറിയപ്പെടുന്നത്. എല്ലാ വർഷത്തിലുമാണ് ഇതൊരു തവണ നടത്താറുള്ളത്. ദിസ് ടൈപ്പ് ഓഫ് കോൺഫറൻസ് ഈസ് ദ Directors of the company will be deliver a presentation relating to the company's performance and plan for the future. കമ്പനിയെക്കുറിച്ചുള്ള ഇപ്പോഴത്തെ കമ്പനിയുടെ പ്രസൻറ്റ് സ്റ്റാറ്റസ്, അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഫ്യൂച്ചർ പ്ലാൻസുകളെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇത്തരത്തിലുള്ള കോൺഫറൻസുകളിലെ മീറ്റിങ്ങുകളിൽ പൊതുവെ നടക്കാറുള്ളത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ആനുവൽ ജനറൽ കോൺഫറൻസ് ഈസ് കമ്പൽസറി കോൺഫറൻസ് വിച്ച് മസ്റ്റ് ബി ക്യാരിഡ് ഔട്ട് എവറി ഇയർ. ഇതൊരു കമ്പൽസറി ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആണ് ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ടേമാണ്. കോൺഗ്രസ് ഈസ് എ ടൈപ്പ് ഓഫ് കോൺഫറൻസ്. ഇറ്റ് ഈസ് ഇൻക്ലൂഡ് റെഗുലർലി ഷെഡ്യൂൾഡ് മീറ്റിംഗ് ദാറ്റ് ഇൻവോൾവ് ഡിബേറ്റ്, ഡിസിഷൻ മേക്കിംഗ് ആൻഡ് വോട്ടിംഗ്. ഇത്തരത്തിലുള്ള മീറ്റിങ്ങുകൾ നോർമലി നടക്കുക ഏതെങ്കിലും ഒരു പെർട്ടിക്കുലറായ ടോപ്പിക്കിനെ പുറത്തുള്ള ഒരു ഡിബേറ്റ് നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഡിസിഷൻ മേക്കിംഗ്, അതായത് ഡിബേറ്റിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്നൊരു കാര്യത്തിന് പുറത്ത് ഡിസിഷൻ മേക്കിംഗ് നടക്കുന്നുണ്ട്. മേ ബി ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യാം, വോട്ടിംഗ് സിസ്റ്റം കൂടെ ഉപയോഗപ്പെടുത്താം. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൺവെൻഷൻ എന്ന് പറയുന്ന ടൈപ്പാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൺവെൻഷൻ ആർ ആനുവൽ ഈവൻറ്റ്സ് ദാറ്റ് ആർ യൂഷ്വലി ടേക്ക് പ്ലേസ് ഓൺ ലാർജ് സ്കെയിൽ. വളരെ ലാർജ് സ്കെയിൽ നടത്തുന്ന ഒരു കോൺഫറൻസ് ആണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. The purpose of a convention is to bring people together with a common passion to enjoy discussion, entertainment and more around a certain topic. മറ്റു കോൺഫറൻസ് ടൈപ്പുകളിലൊന്നും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റി കൺവെൻഷനിൽ വരികയാണെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് കൂടെ ഇൻക്ലൂഡഡ് ആണ് കൺവെൻഷനിൽ എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു സർട്ടൈൻ ടോപ്പിക്കിനെ കുറിച്ചായിരിക്കും ഇവർ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ആ ഒരു സർട്ടൈൻ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടായിരിക്കും ഇത്തരം എൻ്റർടൈൻ ആക്ടിവിറ്റീസ് കൂടെ നടക്കുന്നത്. ഓക്കെ, ഇയർലി ആണ് ഇത്തരത്തിലുള്ള കൺവെൻഷൻസ് നോർമലി നടക്കാറുള്ളത്. കൺവെൻഷൻസ് ആർ ഇൻ ഓൾവേസ് ബിസിനസ് ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി കൂടിയാണ് കൺവെൻഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമ്മൾ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തത് കോൺഫറൻസ് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതിൻ്റെ ഇമ്പോർട്ടൻസ് അതല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഡിസ്കസ് ചെയ്തത് സ്റ്റെപ്സ്, എങ്ങനെയാണ് ഒരു കോൺഫറൻസ് കണ്ടക്ട് ചെയ്യുന്നത്, എന്താണ് അതിൻ്റെ ജനറലിയുള്ള സ്റ്റെപ്സ് എന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം നമ്മൾ ടൈപ്പ് ഓഫ് കോൺഫറൻസിലേക്കാണ് കടന്നത്. ആദ്യം നമ്മൾ പ്രസ് കോൺഫറൻസ്, അതിനൊപ്പം കോൺക്ലേവ്, ആനുവൽ ജനറൽ കോൺഫറൻസ്, കോൺഗ്രസ്, കൺവെൻഷൻ എന്നുള്ള അതിൻ്റെ ടൈപ്പുകളെക്കുറിച്ചും പഠിച്ചു. എല്ലാ കോൺഫറൻസുകളും തമ്മിൽ വളരെ ചെറിയ മാറ്റങ്ങളാണുള്ളത്. ആ മാറ്റങ്ങൾ അനുസരിച്ച് വേണം ഇത് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ടൈപ്പ് ഓഫ് കോൺഫറൻസിൽ ഡിസ്കസ് ചെയ്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 4-5 ടൈപ്പുകൾ മാത്രമാണ്. 12 to 15 വരെയുള്ള ടൈപ്പുകളിലുള്ള കോൺഫറൻസുകൾ നമുക്ക് എൻ്റെ വേൾഡിലായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. സോ ഇന്നത്തെ ക്ലാസ് അവസാനിക്കുകയാണ്. താങ്ക് യു.